വെൽക്കം ടു നെക്സ്റ്റ് വീഡിയോ. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇനി അത് സെലക്ട് ഫോമിക് കൺട്രോൾ വെച്ചിട്ടാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഹാഫ് കാണുന്നുണ്ടെങ്കിലും അതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയുടെ ഇംപ്രൂവ്മെൻറ്റ്സ് കമൻറ്റ്സ് എനിക്ക് ഇട്ട് തരാം. വാട്ട് യു ലൈക്ക്, വാട്ട് യു ഡോണ്ട് ലൈക്ക്, ഈസ് എ വീഡിയോ ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാമെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ വീഡിയോ സെലക്ട് ഫോമിക് കൺട്രോൾ. അപ്പം നമ്മൾ ഇവിടെ സെലക്ട് ഫോമിക് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെലക്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്താ ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ് ഡോക്യുമെന്റിൽ പറഞ്ഞുതരാം. ഒരു സെലക്ട് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. ഈ സെലക്ട് ഡോക്യുമെന്റ്സിനകത്ത് നമുക്ക് ഓപ്ഷൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 എന്ന് 3 ഓപ്ഷൻസ് ആഡ് ചെയ്യും. ഇതിനകത്ത് ഈ ഓപ്ഷൻസ് ആഡ് ചെയ്യും. തൽക്കാലം നമ്മളുടെ വേറെ വാലിഡേഷൻസ് ഒന്നും തന്നെ ഇല്ല. വി ജസ്റ്റ് ആഡ് ദ വാലിഡേഷൻസ് ആർ റിക്വയർഡ്. അത്ര വേറെ വാലിഡേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇത് എങ്ങനെ ചെയ്യണമെന്നോ. അപ്പം ആദ്യം നമ്മൾ എന്തോ ചെയ്യണം, വി ഹാവ് ടു ക്രിയേറ്റ് എ ഫോമിക് കൺട്രോൾ select.js. അപ്പം ആദ്യം നമ്മൾ select.js എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിക് കൺട്രോൾ ഉണ്ടാക്കുന്നു. RAFCE സെലക്ട് ചെയ്തപ്പെടുന്നു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രോപ്പർ ഡീസ്ട്രക്ചർ ചെയ്യണം. എന്തൊക്കെയാണ് ഡീസ്ട്രക്ചർ ചെയ്യണം? നമുക്ക് നെയിം വേണം, ലേബൽ വേണം, പിന്നെ ബാക്കിയുള്ള റെസ്റ്റ് വരുന്ന നമ്മൾ പാസ് ചെയ്യുന്ന പ്രോപ്സ് എല്ലാം റെസ്റ്റ് എന്ന് പറയുന്ന വാല്യൂയിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മളിവിടെ ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ട് ഇസ് ഈക്വൽ ടു ഫോം കൺട്രോൾ എന്ന് കൊടുക്കുന്നു. അതിനകത്ത് ഫോം കൺട്രോൾ എന്ന് കൊടുത്തതിന് ശേഷം ലേബൽ ആണ് നമ്മൾ ആദ്യം ഇടുന്നത്. ലേബൽ HTML4 ഈക്വൽസ് ലേബൽ for name. ഇതിനകത്ത് name, then we'll put the label here. Then we'll put field type. Field from ഫോമിക്കിലെ ഫീൽഡ് ആണ്. അതുപോലെ തന്നെ ആസ് ഈക്വൽ ടു സെലക്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇതുവരെ ലാസ്റ്റ് നമ്മൾ contact.js ചെയ്തപ്പോൾ കോൺടാക്ട് പേജ് ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ സെലക്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ സെലക്ട് ഉണ്ട്. ID ഈക്വൽ ടു നെയിം, നെയിം ഈക്വൽ ടു നെയിം, ബാക്കിയുള്ളതെല്ലാം റെസ്റ്റ് ഓഫ് ദി പാരൻസ്. റെസ്റ്റ് ഓഫ് ദി പാരൻസ് നമ്മൾ ആസ് ചെയ്യണം. ഇനി നമ്മൾ എഴുതേണ്ടത് എറർ മെസ്സേജ്. നെയിം ഈക്വൽസ് ടു നെയിം, കമ്പോണന്റ് എന്ന് പറയുന്നത് ഡെവ് ആയിട്ട് കൊടുത്തു. ഇനി പക്ഷെ ഇത്രയും പോരാ. പക്ഷെ നമ്മൾ സെലക്ടിനകത്ത് ഓപ്ഷൻസ് കൊടുത്തായിരുന്നോ? ഇല്ല. സെലക്ടിനകത്ത് നമുക്ക് ഓപ്ഷൻസ് വേണം. നമ്മൾ സെലക്ടിനകത്ത് ഓപ്ഷൻസ് എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ റെൻഡർ പ്രോബ് മെത്തേഡ് വഴിയാൽ കൊടുക്കുക. അപ്പം ആദ്യം നമ്മൾ എന്തോ ചെയ്യണം, സെലക്ടിനകത്ത് പ്രോബായിട്ട് നമ്മൾ ഓപ്ഷൻസ് സ്വീകരിക്കുന്നു. അതിനുശേഷം ഫീൽഡിനകത്ത് നമ്മൾ വന്നിട്ട് we'll put like this options dot map option hyphen we'll put option key എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഓപ്ഷൻ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഓപ്ഷൻ ഡോട്ട് വാല്യൂ. കൈ കാണിക്കോ? ഈ കൈ കാണിക്കോ? കൈ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡോട്ട് കീ കൊടുക്കാം.
ഇവിടെ എറർ മെസ്സേജ് ഇസ് ഈക്വൽ ടു നമ്മൾ dev എന്ന് കൊടുത്തു, ഓപ്ഷൻസിന്റെ കീ സെറ്റ് ചെയ്തു. അപ്പോൾ സെലക്ട് നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്മിങ് ബാക്ക് ടു ഫോം കൗണ്ടർ ഡോട്ട് ജെ എസ്. ഫോം കൗണ്ടർ ഡോട്ട് ജെ എസിനകത്ത് സെലക്ട് എടുത്തെടുത്ത് റിട്ടേൺ സെലക്ട് whatever be the rest of the props, അത് നമ്മൾ ആസ് പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഫോമി കണ്ടെയ്നർ ഡോട്ട് ജെ എസിലേക്ക് വരുന്നു. ഇവിടെ സ്ലൈറ്റ് ആയിട്ട് ചെറിയ ചേഞ്ചസ് വരുന്നത് ഫോമി കൺട്രോൾ ഡോട്ട് ജെ എസിനകത്ത് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ് നമ്മൾ വാല്യൂ ചേർച്ച് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം നമുക്ക് എന്താ ചെയ്യാം, തൽക്കാലം ഇറ്റ് ക്യാൻ ബി ഫ്രം എന്താ പറ്റും, ഡ്രോപ്പ് ഡൗൺ വാല്യൂസ് ഓപ്ഷൻസ് ഈക്വൽ key equal to select an option, value equals to value. We'll copy this one, we'll put a comma here. അതിനുശേഷം നമ്മൾ ഈ entire സാധനം കോപ്പി ചെയ്യണേ. അതിനുശേഷം we can put some name. Key will be, value will be option 1. ഇവിടെ എല്ലാം value നമുക്ക് option 1, option 2, option 3 കൊടുക്കാം. നമുക്ക് സെലക്ട് കോൺടാക്ട് ഓപ്ഷൻ കൊടുക്കാം. ഒന്ന് സാധനം പോയിരുവോ അമ്മ? ഇമെയിൽ, SMS, email കഴിഞ്ഞിട്ട് instead of SMS we'll put it as mail, telephone. Okay, equal to it should be column. That happens. നമ്മൾ പെട്ടെന്ന് എഴുതി കഴിഞ്ഞപ്പം എല്ലായിടത്തും പ്രോപ്സ് ഈക്വൽ ടു അല്ല എഴുതുന്നത്, ആ ഒരു ഇതിൽ എഴുതിയതാണ്. should an object, object should be column. It's a mistake from my part. I'm sorry about it. ഈ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇനിഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യൽ വാല്യൂസിനകത്ത് സെലക്ട് ഓപ്ഷൻ, empty, here will be select option, that will be f dot string dot required. അതിനുശേഷം നമുക്ക് ഫോർമാറ്റിന്റെ കൺട്രോൾ ആഡ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും ആഡ് ചെയ്യുക? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇത് തന്നെ ആഡ് ചെയ്യുക. ഇവിടെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇവിടെ നമ്മൾ ഫോം കൺട്രോൾ ഈക്വൽ ടു സെലക്ട്, name equal to select option, label equal to select, options equals to drop down options,
Select a contact option, email, testing. Testing 10 character. ഇതിനകത്ത് നമുക്ക് ആ സെലക്ട് ഓപ്ഷൻ നമ്പർ 1 ഉണ്ട്. സോ നമ്മുടെ സെലക്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആസ് ടോൾഡ് ഏരിയ നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് ഇടുക. താങ്ക് യു.